എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു നല്ല പലഹാരം ഉണ്ടാക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കുന്നൊരു പലഹാരം. നമ്മളെ പലഹാരത്തിൻ്റെ പേര് നമ്മൾ പറയൽ സ്വദേശി വട എന്നാണ്. ഓരോരാളും ഓരോരോ തരം പേരല്ലേ പറയല്. നമുക്ക് ഇതിന് വേണ്ടുന്ന ചേരുവയെല്ലാം പരിചയപ്പെടും. മൈദ 1 കപ്പ്, ഇത് കടലപ്പൊടി, ഇത് ഇത്രയേ ഉള്ളൂ, ഇത് 1/2 കപ്പ്. പിന്നെ ഇതിന് വേണ്ടുന്നത് കാര്യമായിട്ട് പഴം, മൈസൂർ പഴം എല്ലാം തിന്ന് കഴിഞ്ഞിട്ട് അവസാനമായതായത്. അതുകൊണ്ട് ഇത് മൈസൂർ പഴമാണിത്. ഇത് ഇത്രേ വേണ്ട ഇതിന് വേണ്ടുന്ന സാധനം. പിന്നെ മധുരത്തിന് ചെറിയ മധുരം വേണ്ട. ഇനിതാ ശർക്കര ഇത്രേ വേണ്ട. ഇത് പാവാക്കിയിട്ട് വയ്ക്കേണ്ടതാണ്, അലിയിച്ചിട്ട്. പിന്നെ ഇതിന് വേണ്ടുന്നത് ജീരകം വേണം, പിന്നെ ഏലക്കായ് കുറച്ചേ വേണ്ടു. പിന്നെ ഇതിന് എന്തായാലും സോഡാപ്പൊടി കൂട്ടേണ്ടി വരും, എന്നാലും ഇത് പൊങ്ങി വരുമല്ലോ. പിന്നെ ഒരു നുള്ളേ വേണ്ടു. പിന്നെ വേണ്ടുന്നത് മുട്ടയുടെ എല്ലാം മഞ്ഞ വേണ്ട, ഇതിൻ്റെ വെള്ളം മാത്രം മതി. പഴമുള്ള കയ്യിൽ തൊലി കളഞ്ഞിട്ട് പഴം, ജീരകം, ഏലക്കായ്, സോഡാപ്പൊടി അതിലൊന്നിട്ടിട്ടുണ്ട്. മുട്ടയും കൂടെ മുട്ടയുടെ വെള്ളം ആക്കണ്ടേ. ഇതുകൂടെ മുട്ടയുടെ വെള്ളം മാത്രം മതി. ഇത് മിക്സിയിൽ അടിച്ചിട്ട് കൊണ്ടുവരാമെന്ന്. ഇതെല്ലാം ഞാനിത് അടിച്ചു കൊണ്ടുവന്നു. പഴം, മുട്ട, സോഡാപ്പൊടി, ജീരകം, ഏലക്കായ്, ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത്. ഞാനത് നിങ്ങളെ കാണിച്ചില്ല. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അതും കൂടി ഇടാം. ഇനി നമുക്കിത് ഇതിലേക്ക് നമുക്ക് മൈദ പൊടി നമുക്കിതിലേക്ക് ഇടാം. ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ശർക്കരപ്പാനിയുടെ പാനിയാക്കി വെച്ചിട്ടുണ്ട്. കൈ കൊണ്ട് തന്നെ ഇത് കുഴച്ചാലേ ശരിയാവരുത്. കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴക്കും. ശർക്കര തന്നെ വേണമെന്നില്ല, കുറച്ച് പഞ്ചസാര ആയാലും മതി. ഒരു 2-3 സ്പൂൺ പഞ്ചസാര ഉണ്ടായാൽ അത്രയും മധുരം വേണ്ടു, ചെറിയൊരു മധുരം വേണ്ടു. ജാറ് കഴുകിയ വെള്ളമാണിത്. വളരെ കുറച്ചേ ഞാൻ ഉണ്ടാക്കുന്നില്ലേ, ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് തിന്നാൻ അത്രയല്ലേ വേണ്ടു. ഇതാണിത്. ഇത് ഈ പാകത്തിനാണ് ആക്കേണ്ടത്. നമ്മളിത് ഇടുമ്പോൾ ഇങ്ങനെയാണ് ഇടേണ്ടതാ. ഇങ്ങനെ ഈ വിരലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ പാകത്തിനെ കൂട്ടുക ആക്കേണ്ടത്. ഇത്ര കട്ടി വേണം കൂട്ടി. ഇങ്ങനെയാണ് കണ്ടത് നമ്മൾ. ഇത് കുറച്ച് അരമണിക്കൂറോ അതിലധികം ആയാലും ഒന്നുമില്ല. ശരി, ഇതൊന്ന് പൊങ്ങാൻ വെക്കണം, എന്നിട്ടുണ്ടാക്കിയാൽ മതി. അധിക സമയമൊന്നും ഇതിന് വേണ്ട, പെട്ടെന്നാവും ഇത്. നമ്മളെ കൂട്ടെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കെന്നാൽ ഇത് ഉണ്ടാക്കാം. നമുക്കെന്നാൽ സ്റ്റൗ കത്തിക്കാം. പാത്രം എടുത്തിട്ട് ചൂടാവട്ടെ. പാത്രം ചൂടായി, നമുക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടാവട്ടെ. നമുക്ക് ഇട്ട് കൊടുക്കാനാണ്.
സ്വദേശി വട കണ്ടില്ലേ നമ്മൾ പൊങ്ങി വന്നിട്ട് പഴം നന്നായിട്ട് പഴം സോദരിപ്പഴമോ അങ്ങനത്തെ ഒന്നും പിന്നെ നേന്ത്രപ്പഴമോ അങ്ങനത്തെ ഒന്നും പറ്റില്ല. അതിന് മൈസൂർ പഴം തന്നെ വേണം. നല്ലോണം പഴുത്ത മൈസൂർ പഴം നന്നായി അടിച്ചിട്ട് 1/2 കിലോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു വിധം നല്ല പഴം 2-3 പഴം ഉണ്ടായാൽ മതി. മുട്ടേര വെള്ളം അതിനനുസരിച്ച് കൂട്ടിയാൽ മതി. സോഡാപ്പൊടി ഒരു നുള്ള്, അതില്ലാണ്ട് എന്തായാലും ആവില്ലല്ലോ. അതുകൊണ്ട് ഒരു നുള്ള് മാത്രം കൂട്ടിയാൽ മതി. പെട്ടെന്നാക്കി നമുക്ക് എടുക്കാൻ ആവുന്ന പലഹാരമായതല്ല. അവസാനത്തെ ട്രിപ്പ് ഇതാ വാങ്ങുന്നു. എണ്ണയെല്ലാം വളരെ കുറവേ ഇതിന് വേണ്ടുള്ളൂ. എണ്ണ ഒഴിച്ചെണ്ണ അതേപോലെ ഉണ്ടില്ല. എന്താ എണ്ണ കുടിക്കാതെ ഒരുപാട് അപ്പക്കാരണമായിട്ട് കിട്ടുമെങ്കിൽ എണ്ണയിൽ നല്ലോണം കിട്ടും. പിന്നെ പറഞ്ഞ പോലെ ഒരു നുള്ള് ഇത്ര പോലെ സാധനത്തിന് ഒരു നുള്ള് മാത്രമേ അപ്പക്കാരുണ്ടാകും. നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് അപ്പക്കാരം കുറച്ചിട്ടാൽ ഇത്ര പോയാൽ തന്നെ മതി നമുക്ക്. നമ്മൾ കുഞ്ഞുമോന് രുചി നോക്കാൻ കൊടുക്കുന്നുണ്ടേ. വളരെ രുചികരമായ നമ്മളെ സ്വദേശി വട എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുഞ്ഞക്കെല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. അതിന് പണിയൊന്നുമില്ല. അതിന് എണ്ണയും കുറവേ വേണ്ടു. മടിച്ചു നിൽക്കാണ്ട് നമ്മളെ കുഞ്ഞൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. അതേ സമയം വേണ്ട. ഇപ്പോൾ കണ്ടില്ലേ, അതേ സമയം വേണ്ടു. എത്രയും ഒരു കപ്പ് മൈദ 1/2 കപ്പ് പോലും എടുത്തിട്ടേ കടലമാവ്. അതുകൊണ്ട് ഇത്രയും പലഹാരമായി. അപ്പോൾ കടയിൽ പോയിട്ട് വാങ്ങുമ്പം എത്ര പൈസ കൊടുക്കണം, നമുക്ക് ഒരിക്കൽ തിന്നണമെങ്കിൽ എത്ര പൈസ കൊടുക്കണം. അത് നല്ല വിശ്വസിച്ച് നമുക്ക് തിന്നാൻ പറ്റില്ല. ഇത് നല്ല എണ്ണയിൽ വളരെ രുചികരമായ നമ്മുടെ സ്വദേശി വട എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും.